Welcome to A Dream Classroom. So today we are discussing the fourth unit of block 3 of the paper BEGC 110, that is British Literature 19th Century. Okay. അപ്പോൾ ഇതിന് മുന്നേ ഉള്ള യൂണിറ്റ്സുകളൊക്കെ നമ്മൾ ഡീൽ ചെയ്ത് കഴിഞ്ഞതാണ്. അതിൽ യൂണിറ്റ് 3 നമ്മൾ ഓൾറെഡി റോബർട്ട് ബ്രൗണിങ്ങിൻ്റെ ഒരു യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ അതിൽ നമ്മൾ 3 പോയിന്റ്സ് ഓൾറെഡി കവർ ചെയ്തു. ഇനി യൂണിറ്റ് 4 is also dealing with Robert Browning and his famous or his major work, or it is considered as his masterpiece. Okay, ഏതാണ് ആ പോയം? My Last Duchess എന്ന് പറയുന്ന ഒരു പോയമാണ്. And it is famously known as a dramatic monologue. Okay, അദ്ദേഹം കൊണ്ടുവന്നിട്ടുള്ള ഒരു പോയറ്റിക് അല്ലെങ്കിൽ ഒരു നറേറ്റീവ് ടെക്നിക് ആയിരുന്നു ഡ്രമാറ്റിക് മോണോലോഗ് എന്ന് നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. സോ ഇതിലും അദ്ദേഹം പറയുന്നത് അല്ലെങ്കിൽ അദ്ദേഹം ഡ്രമാറ്റിക് മോണോലോഗ് വെച്ചിട്ടാണ് ഈ ഒരു പോയമോ എഴുതിയിട്ടുള്ളത്. ഓക്കെ, ആ പോയത്തിൻ്റെ പേരാണ് മൈ ലാസ്റ്റ് ഡച്ചസ് എന്നുള്ളത്. ഓക്കെ, ഇനി എന്താണ് അതിൻ്റെ കുറച്ച് ഇൻട്രൊഡക്ഷൻ അല്ലേ. ആ യൂണിറ്റ് 4 മൊത്തം പറയുന്നത് ഈ ഒരു പോയത്തെ കുറിച്ചിട്ടാണ്. ആ പോയത്തിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ, എന്താണ് ഡ്രമാറ്റിക് മോണോലോഗ്, അതുപോലെ തന്നെ ആ പോയം ഇതിൽ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ആൻഡ് ഒരു ക്രിട്ടിക്കൽ അനാലിസിസ് ഈസ് ഓൾസോ ദെയർ. ആൻഡ് അല്ലെ പോയറ്റിക് ഡിവൈസുകളും പിന്നെ ഒരു സമപ്പായിട്ട് എന്താണ് പോയം എന്നൊന്ന് ചുരുക്കി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഡയറക്റ്റ്ലി നമ്മുടെ പോയം ആൻഡ് അനാലിസിസിലേക്ക് പോവാം. ഓക്കെ, സോ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കാണാൻ പറ്റും, ഇൻട്രൊഡക്ഷൻ ആയിട്ട് അവിടെ കൊടുത്തിട്ടുണ്ട്. ഇൻ ദ പ്രീവിയസ് യൂണിറ്റ് വി ഹാവ് ഓൾറെഡി സ്പോക്കൺ അബൌട്ട് ബ്രൗണിങ്സ് ലൈഫ് വർക്ക്സ് ആൻഡ് introduced some of his famous poems. അല്ലേ, all this will help us to appreciate the development of Browning's art and craft as a poet. So this particular poem നമ്മുടെ മൈ ലാസ്റ്റ് ഡച്ചസ് എന്നുള്ളൊരു പോയം അപ്പിയേർഡ് ചെയ്തിരിക്കുന്നത് ഏത് വർക്കിലാണ്? ഡ്രമാറ്റിക് റൊമാൻസസ് എന്ന് പറഞ്ഞ് 1842 അദ്ദേഹം പബ്ലിഷ് ചെയ്തിട്ടുള്ള ഒരു കളക്ഷൻ ഓഫ് പോയിംസ്, അതിലാണ് ഡ്രമാറ്റിക് റൊമാൻസസ് എന്ന് പറയുന്ന കളക്ഷനിലാണ് ഈ ഒരു പോയം ഉണ്ടായിട്ടുണ്ടായിരുന്നത് അല്ലെങ്കിൽ എഴുതിയിട്ടുള്ളത്. ആ ഒരു അതായത് ഡ്രമാറ്റിക് റൊമാൻസസ് എന്ന് പറയുന്ന പോയട്രി കളക്ഷനിൽ നിന്നും എടുത്തതാണ് മൈ ലാസ്റ്റ് ഡച്ചസ് എന്ന് പറയുന്ന ഈ ഒരു പോയം. ഓക്കെ, ആൻഡ് ഇറ്റ് വാസ് പബ്ലിഷ്ഡ് ഇൻ 1842. ഓക്കെ, like many of Browning's best poems, My Last Duchess was inspired in Italy. Okay, ബാക്കി എല്ലാ പോയവും ഇൻസ്പയർഡ് ചെയ്തപോലെ ഈ ഒരു പോയം എവിടെയാണ്? ഇറ്റലിയിലാണ്, അല്ലെങ്കിൽ ഇറ്റലിക്കാരെയാണ് കൂടുതലും ഇൻസ്പയർ ചെയ്തത് എന്ന് പറയുന്നുണ്ട്. അതുപോലെ നമ്മൾ പറഞ്ഞു അല്ലേ, റോബർട്ട് ബ്രൗണിങ് എന്ന് പറഞ്ഞ വിക്ടോറിയൻ ഏജിലെ മോസ്റ്റ് ഡിസ്റ്റിങ്വിഷ്ഡ് ആയിട്ടുള്ള ഒരു റൈറ്ററാണ്, പോയറ്റാണ്. അതുപോലെ ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൽ അദ്ദേഹത്തിൻ്റെ ഒരു പ്ലേസ് എന്ന് പറയുന്നത് വളരെ യുണീക്കാണ്. എക്സ്ട്രാ ഓർഡിനറി എബിലിറ്റി ടു എക്സ്പ്ലോർ കോംപ്ലക്സിറ്റീസ് ഓഫ് ദ ഹ്യൂമൻ മൈൻഡ് അല്ലേ, നമ്മളതൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ആൻഡ് ഇതിൽ ഡ്രമാറ്റിക് മോണോലോഗ് ആയിട്ടുള്ള ഈ ഒരു മൈ ലാസ്റ്റ് ഡച്ചസ് എന്ന് പറയുന്നത് ഒരു മാസ്റ്റർ ഓഫ് ദ ഡ്രമാറ്റിക് മോണോലോഗ് എന്ന് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. സോ ഒരു ഫൈനസ്റ്റ് അച്ചീവ്മെന്റ് കൊടുത്തിട്ടുള്ള അല്ലെങ്കിൽ അദ്ദേഹത്തെ കുറച്ചുകൂടി അറിയപ്പെടാൻ കാരണം അല്ലെങ്കിൽ ഇടയാക്കിയ ഒരു വർക്ക് എന്ന് പറയുന്നത് ഈ ഒരു മൈ ലാസ്റ്റ് ഡച്ചസ് എന്നുള്ളതാണ്. ഓക്കെ, ആൻഡ് ഇറ്റ് വാസ് പബ്ലിഷ്ഡ് ഇൻ 1842 that we have already discussed. Then this poem is admired not only for its artistic beauty but also for its remarkable psychological insight. അത് കൂടുതലായിട്ട് നമുക്ക് ഹ്യൂമൻ സൈക്കോളജിയുടെ ഒരു ഇൻവോൾവ്മെന്റ് നമുക്ക് ഇതിൽ കാണാം, ഈ ഒരു പോയത്തിൽ കാണാൻ പറ്റും. Rather than narrating a story directly, Browning presents a conversation in which the Duke of Ferrara speaks to an envoy who has come to negotiate the Duke's second marriage. Okay, അപ്പോൾ ഇതിൽ നമുക്ക് കാണാൻ പറ്റുന്നത് the poem is based on the historical figure Alfonso II, Duke of Ferrara. അപ്പോൾ ഈ ഡ്യൂക്ക് ഓഫ് ഫെറോറയിലെ ഇദ്ദേഹം, അതായത് അൽഫോൺസോ II എന്ന് പറയുന്ന ഒരു ഹിസ്റ്റോറിക്കൽ ഫിഗറിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ് ഈ ഒരു പോയം. ഒരു പോയം എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. അതുപോലെ തന്നെ ഇതിൽ നമുക്ക് ഡച്ചസ് എന്ന് പറഞ്ഞാൽ വൈഫ് ഓഫ് ഡ്യൂക്ക് ആണ് അല്ലേ. അപ്പോൾ ഇതിൽ ഈ ഡച്ചസ് ഓൾറെഡി മരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ആ ഒരു ഡച്ചസിന്റെ മരണം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഈ ഡച്ചസ് എന്ന് പറയുന്നത് വളരെ സുന്ദരിയായ ഒരു യങ് ഏജ്ഡ് ആയിട്ടുള്ള ഒരു വൈഫായിരുന്നു നമ്മുടെ ഡ്യൂക്കിൻ്റെ. പക്ഷെ അവള് വളരെ യങ് ഏജിൽ തന്നെ മരണപ്പെടുകയും അവളുടെ പോർട്രേറ്റ്സുകൾ, അവൾ ഭയങ്കര
മീൻസ് എന്താ പറയണ്ട ആർട്ടിസ്റ്റിക്കിൽ ഭയങ്കര കഴിവുള്ള ഒരു വ്യക്തി കൂടിയായിരുന്നു. അപ്പോൾ അവളുടെ കുറേ പോർട്രേറ്റ്സുകൾ കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് കാണിച്ചു കൊടുക്കുകയാണ് ആര് ചെയ്യുന്നത്, ഡ്യൂക്ക്. ആർക്കാ കാണിച്ചു കൊടുക്കുന്നത്? ഒരു എൻവോയ്, അതായത് ഇദ്ദേഹത്തിന്റെ സെക്കൻഡ് മാരേജിന് വേണ്ടിയിട്ട് നമ്മൾ ബ്രോക്കർ പണി എന്നൊക്കെ പറയില്ലേ, അങ്ങനെ ഒരാള് വരികയാണ്. അതായത് ഭാര്യ മരിച്ചു, അപ്പൊ ഇനി ഒബ്വിയസ്ലി ഒരു സെക്കൻഡ് മാരേജ് ഇസ് പോസിബിൾ ദർ. അപ്പോൾ അദ്ദേഹത്തിന്റെ രണ്ടാമതൊരു വൈഫിനെ അന്വേഷിച്ച് വരുന്ന ഒരു എൻവോയിക്ക് തൻ്റെ ആദ്യ ഭാര്യയുടെ, അതായത് നമ്മുടെ ഈ ഡച്ചസിന്റെ പോർട്രേറ്റ്സുകൾ ഇങ്ങനെ കാണിച്ചു കൊടുക്കുന്ന ഒരു സീനാണ് ഈ ഒരു പോയത്തിൽ തുടക്കം തന്നെ നമുക്ക് കാണാൻ പറ്റുന്നത്. സോ അതാണ് നമ്മുടെ ഡ്യൂക്ക് ഓഫ് ഫെറാറ സ്പീക്സ് ടു ആൻ എൻവോയ് ഹു ഹാസ് കം ടു നെഗോഷിയേറ്റ് ദ ഡ്യൂക്ക് സെക്കൻഡ് മാരേജ്. Throughout the conversation, the Duke proudly displays the portrait of his deceased wife. അല്ലേ? അപ്പോൾ അദ്ദേഹത്തിൻ്റെ വൈഫിൻ്റെ പോർട്രേറ്റ്സുകളാണ് ആ ഒരു കോൺവെർസേഷനിൽ മൊത്തം ആ ഡ്യൂക്ക് പ്രൗഡ്ലി പ്രസന്റ് ചെയ്യുകയാണ് ആ എൻവോയുടെ മുന്നിൽ. എൻ്റെ ഭാര്യ അത്രയും നല്ലൊരു കഴിവുള്ള ആർട്ടിസ്റ്റാണ്, അതുകൊണ്ടാണ് ഇത്രയും പോർട്രേറ്റ്സുകൾ അവൾക്ക് മേഡ് ചെയ്യാൻ കഴിഞ്ഞത് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പ്രൗഡ്ലി ഭാര്യയെ പൊക്കി പറയുന്ന ഒരു ആരെ കാണുന്നുണ്ട്, ഒരു ഹസ്ബൻഡ് അല്ലേ, ഡ്യൂക്കിനെ നമുക്കവിടെ കാണാൻ പറ്റുന്നുണ്ട്. എന്നാലും അവിടെ ഒരു മൈനസ് സൈഡായിട്ട് അദ്ദേഹത്തിൻ്റെ കുറേ പേഴ്സണൽ കാര്യങ്ങൾ നമുക്കവിടെ വീണ്ടും വേറെ കാണാൻ പറ്റും. ലൈക്ക് ഒരു പൊസസീവ് ആയിട്ടുള്ള ഒരു ഹസ്ബൻഡിനെ കാണാൻ പറ്റും, ഭയങ്കര കൺട്രോൾ ആൻഡ് പവർഫുൾ ആയിട്ടുള്ള, അല്ലെങ്കിൽ വൈഫിനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യാൻ സമ്മതിക്കാത്ത ഹസ്ബൻഡ്സ് ഉണ്ടല്ലോ, അവരുടെ ഒരു റെപ്രസെൻറ്റേറ്റീവ് ആണ് നമ്മുടെ ഡ്യൂക്ക് എന്ന് നമുക്ക് പറയാൻ പറ്റും. നോക്കാം എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. സോ while trying to explain her faults, he unknowingly exposes his own arrogance, jealousy, possessiveness and cruelty. അപ്പോൾ ഈ പോർട്രേറ്റ്സുകൾ പ്രൗഡ്ലി കാണിച്ചു കൊടുക്കുന്നുണ്ടെങ്കിലും ഡച്ചസിന്റെ എല്ലാ കാര്യങ്ങളും ഈ ഒരു എൻവോയിന്റെ അടുത്ത് അദ്ദേഹം തുറന്നു പറയുന്നുണ്ട്. അതായത് അവളെ എല്ലാവർക്കും പെട്ടെന്ന് ഇൻഫ്ലുവൻസ് ചെയ്യാൻ കഴിയും, സ്വാധീനിക്കാൻ കഴിയും, അവളെല്ലാറ്റിലും വീണ് കൊടുക്കുന്ന ഒരാൾ. അത്തരത്തിലുള്ള ഡച്ചസിന്റെ കുറെ ഫ്ലോസും ഈ ഒരു എൻവോയിന്റെ അടുത്ത് ഡ്യൂക്ക് പറയുന്നുണ്ട്. അപ്പോൾ ഇതിലൂടെ നമുക്ക് കാണാൻ പറ്റുന്നത് ആ ഡ്യൂക്കിന്റെ ഒരു അറോഗന്റ് മാനറാണ് അല്ലെ, അറോഗൻസ് ആണ്, ജലസിയാണ്, അതുപോലെ തന്നെ പൊസസീവ്നെസ് ആണ്, അതുപോലെ ആ ക്രുവൽറ്റിയും നമുക്കതിൽ കാണാൻ പറ്റും. This poem is inspired by the life of Alfonso II, Duke of Ferrara. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ഡ്യൂക്ക് ഫെറാറയുടെ ലൈഫിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ട് എഴുതിയിട്ടുള്ള ഒരു പോയം തന്നെയാണ് ഇത്. റോബർട്ട് ബ്രൗണിങ് എഴുതിയിട്ടുള്ള പോയമാണ് മൈ ലാസ്റ്റ് ഡച്ചസ്. ഈ ഡ്യൂക്ക് ഓഫ് ഫെറാറ എന്ന് പറയുന്നത് 16th സെഞ്ച്വറിയിൽ ഇറ്റലിയിലെ ഒരു നോബൽ മാൻ ആയിരുന്നു കേട്ടോ. അങ്ങനെ അൽഫോൻസോ മാരി ചെയ്തിട്ടുള്ളത് ലുക്രീസിയ ഡി മെഡിസി എന്ന് പറയുന്ന ഒരു ഡച്ചസിനെ. ലുക്രീസിയ ഡി മെഡിസി എന്ന് പറയുന്ന ഒരു യങ് ബ്യൂട്ടിഫുൾ അല്ലെങ്കിൽ എന്താ പറയുക എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ളൊരു ലേഡീനെ ആയിരുന്നു. ആൻഡ് അവള് ഒരു ഡ്യൂക്ക് ഓഫ് ഫ്ലോറൻസിന്റെ മകളായിരുന്നു എന്ന് പറയുന്നുണ്ട് കേട്ടോ. And Lucrezia died only a few years after her marriage under mysterious circumstances. അപ്പോൾ കല്യാണം കഴിഞ്ഞിട്ട് വളരെ കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞതേ ഉള്ളൂ അവള് മിസ്റ്റീരിയസ്ലി അവിടെ മരണപ്പെടുകയാണ് ചെയ്തത്. ദുരൂഹമായ സാഹചര്യത്തിൽ മരണപ്പെട്ടു. അതൊരു കൊലപാതകമാണെന്ന് പോലും പലർക്കും സംശയം ഉണ്ടായിരുന്നു. Historians have long speculated about the reasons behind her early death. അല്ലെ, ഇത്രയും നേരത്തെ ഉള്ളൊരു മരണത്തെ കുറിച്ചിട്ട് പല ക്രിട്ടിക്സും അവിടെ കുറെ കാര്യങ്ങൾ സ്പെക്കുലേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. Browning was fascinated by this historical incident and transformed it into an imaginative work of art. അപ്പോൾ ആ ഒരു സംഭവത്തെ ബ്രൗണിങ് കുറച്ചും കൂടി അതിൽ ഇൻഫ്ലുവൻസ്ഡ് ആയിട്ട് എന്തുകൊണ്ട് അതിനെക്കുറിച്ച് ഒരു കവിത എഴുതിക്കോടാ എന്ന് ചിന്തിച്ചതിൻ്റെ റിസൾട്ടായിട്ടാണ് ഈ ഒരു പോയം ആർട്ടിസ്റ്റിക് പരമായിട്ട് അദ്ദേഹം ഉണ്ടാക്കിയിട്ടുള്ളത്. And it is important to remember that the poem is not a historical account but a fictional recreation based on historical characters. അപ്പോൾ ശരിക്കുമുള്ള ആ ഒരു ഇവന്റിന്റെ എന്താ പറയുക റീക്രിയേഷൻ ഒന്നും അല്ല, എന്നാലും അദ്ദേഹത്തിൻ്റെതായ കുറേ ഫിക്ഷണൽ ക്യാരക്ടേഴ്സിനെ കൊണ്ടുവന്നിട്ടും അദ്ദേഹത്തിൻ്റെതായ ഇമാജിനേറ്റീവ് കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു പോയത്തിൽ കാണാൻ പറ്റും. ഇതിന്റെ സെറ്റിംഗ് ഓഫ് ദ പോയം എന്ന് പറയുന്നത് റിനൈസൻസ് ഇറ്റലിയാണ് കേട്ടോ. സെറ്റിംഗ് ഓഫ് ദ പോയം ഇസ് റിനൈസൻസ് ഇറ്റലി. അപ്പോൾ എഴുതാം സെറ്റിംഗ് എന്ന് പറയുന്നത് എന്താണ്, റിനൈസൻസ് ഇറ്റലി. അപ്പം നിങ്ങൾക്ക് എക്സാമിന് ഇങ്ങനെ ഒരു പോയത്തിൽ നിന്ന് വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സെറ്റിങ്ങിനെ കുറിച്ചിട്ട് പറയാൻ പറ്റും. ഓക്കെ, അതാണ് റിനൈസൻസ് ഇറ്റലി എന്ന് പറയുന്നത്. ഓക്കെ, a period associated with political power, artistic excellence, wealth and aristocratic pride. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ഈ റിനൈസൻസ് ഇറ്റലിയുടെ ആ ടൈം പീരീഡിൽ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. Browning deliberately chose this
ഡ്യൂക്ക് പേഴ്സണാലിറ്റി. അപ്പോൾ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ഡെലിബറേറ്റ്ലി അത് ചൂസ് ചെയ്തതാണ് ആ ഒരു ടൈം പീരീഡ്. കാരണം അതിലൂടെ നമുക്ക് ഡ്യൂക്കിന്റെ പല കാര്യങ്ങളും സ്വഭാവങ്ങളും മനസ്സിലാക്കാൻ പറ്റും. Duke belongs to the highest social class and believes that his noble birth makes him superior to control more than affection or mutual respect. അപ്പോൾ അവൻ ആ ഡ്യൂക്ക് കല്യാണം കഴിച്ചതോടുകൂടി അദ്ദേഹത്തിന്റെ മനസ്സിൽ എന്താണെന്നുള്ളത് വെച്ചാൽ ഒരു പരസ്പര വിശ്വാസമോ ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങോ റെസ്പെക്റ്റോ ഒന്നും അവിടെ ഉണ്ടായിരുന്നില്ല. ബിക്കോസ് ഓഫ് ഹിസ് നോബൽ ബർത്ത് അല്ലെ, നോബൽ ബർത്തിന്റെ കാരണം കൊണ്ട് അവൻ എല്ലാവരെയും എന്ത് ചെയ്യുക, അടക്കി ഭരിക്കണം എന്നുള്ള ഒരു ചിന്താഗതിക്കാരനായിരുന്നു ആ ഒരു ഡ്യൂക്ക് എന്ന് പറയുന്നത്. ആൻഡ് he values authority, prestige and control more than affection or mutual respect. ഇതിനൊക്കെയാണ് അദ്ദേഹം എന്ത് ചെയ്തത്, കൂടുതലായിട്ട് ഇമ്പോർട്ടൻസ് കൊടുത്തത്. അല്ലാതെ ഒരു മ്യൂച്വൽ റെസ്പെക്ട് അവരുടെ ഇടയിൽ ഉണ്ടായിരുന്നില്ല. ത്രൂ this setting, Browning explores how power can correct human relationships and reduce love to a match of ownership. അല്ലേ, അപ്പോൾ ഇങ്ങനെ ഒരു സ്വഭാവം കൊണ്ട് അല്ലെങ്കിൽ ഇത്തരത്തിലൊരു സെറ്റിങ്ങിലൂടെ ബ്രൗണിങ് ശരിക്കും പറഞ്ഞാൽ എക്സ്പ്ലോർ ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. അതായത് എങ്ങനെയാണ് ഈ പവറിനും കറപ്ഷനും ഒക്കെ ഒരു ഹ്യൂമൻ റിലേഷൻഷിപ്സിനെ വളരെ പെട്ടെന്ന് ഡിക്ലൈൻ ചെയ്യാൻ അല്ലെങ്കിൽ എന്താ പറയേണ്ടത്, നശിപ്പിക്കാനും അല്ലെ ഡിസ്ട്രക്ട് ചെയ്യാനും സാധിക്കുക അല്ലെ, ഒരു ഓണർഷിപ്പ് എങ്ങനെയാണ് അവിടെ ഉടലെടുക്കുന്നത് എന്നൊക്കെ കാണിച്ചു തരാന് അദ്ദേഹം ഇത് യൂസ് ചെയ്തിട്ടുണ്ട്. ഈ മൈ ലാസ്റ്റ് ഡച്ചസ് ഇറ്റ്സെൽഫ് ഹൈലി സിഗ്നിഫിക്കൻറ്റ്. ഇതിന്റെ ടൈറ്റിൽ വെച്ച് നോക്കൂ, മൈ ലാസ്റ്റ് ഡച്ചസ്, എൻ്റെ അവസാനത്തെ ഡച്ചസ് അല്ലെ, മലയാളത്തിലെ മീനിങ് എടുത്തു കഴിഞ്ഞാൽ അത് ശരിക്കും പറഞ്ഞ സിഗ്നിഫിക്കൻറ്റ് ടൈറ്റിലാണ്. കാരണം ദ പൊസസീവ് പ്രോനൗൺ മൈ, ഇവിടെ ഒരു മൈ എന്ന് പറയുന്ന പ്രോനൗൺ നമുക്ക് കാണാം. മൈ എന്താ, പ്രോനൗൺ ആണ് അല്ലെ. പ്രോനൗൺ എന്നല്ലേ പറയുമ്പോൾ ഐ, മൈ, ഹി, ഹിസ്, അതുപോലെ തന്നെ ഷീ, ഹർ ഒക്കെ പ്രോനൗൺ ആണ്. നമ്മളൊരു പേരിന് പകരം ഉപയോഗിക്കുന്നതാണല്ലോ പ്രോനൗൺ. ഇത് മൈ എന്ന് പറഞ്ഞാൽ പൊസസീവ് ആണ് അല്ലെ, എൻ്റെ, എനിക്ക് അല്ലെങ്കിൽ എൻ്റെ എന്ന് പറഞ്ഞ പൊസസീവ് ആയിട്ടുള്ളൊരു പ്രോനൗൺ ആണ്. അതിവിടെ ഇമ്മീഡിയറ്റ്ലി സജസ്റ്റ് ദാറ്റ് ദ ഡ്യൂക്സ് ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് ഹിസ് വൈഫ്. അപ്പോൾ ഇതിൽ അത് കാണിക്കുന്നത് എന്താണ്, അദ്ദേഹത്തിന്റെ അല്ലെ എന്താണ് ഒരു ആറ്റിറ്റ്യൂഡാണ് അല്ലെ, അവന്റെ വൈഫിന്റെ അടുത്ത് അദ്ദേഹത്തിന് എങ്ങനെയുള്ള ഒരു ആറ്റിറ്റ്യൂഡാണെന്ന് കാണിച്ചു തരാനാണ് ആ ഒരു പ്രോനൗൺ അവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. ആൻഡ് ഹി കൺസിഡർ ഹിസ് wife as not as an independent individual but as a one of his possessions. ഒരു ഇൻഡിവിജ്വലോ അല്ലെങ്കിൽ ഒരു ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഒരു ഇൻഡിവിജ്വൽ ആയിട്ടല്ല തന്റെ ഭാര്യയെ ആ ഒരു ഡ്യൂക്ക് കൺസിഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്, പകരം ഒരു പൊസിഷൻ, തന്റെ എന്തോ ആണ് എന്നുള്ളൊരു കാര്യത്തിലായിരുന്നു. അതുപോലെ തന്നെ വാല്യുബിൾ ആയിട്ടുള്ള പെയിന്റിങ്സും അതുപോലെ തന്നെ സ്കൾപ്ചേഴ്സും ഒക്കെ അങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. Even after her death, he continues to control her by deciding who may look at her portrait. അപ്പോൾ കല്യാണം കഴിഞ്ഞിട്ട് പോലും അല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞ അവളുടെ മരണം കഴിഞ്ഞിട്ട് പോലും, മരണത്തിന് ശേഷം പോലും ആരൊക്കെ അവളുടെ പോർട്രേറ്റിൽ നോക്കണം എന്നുള്ള ഒരു കൺട്രോളും അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്, അവിടെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ആൻഡ് thus the title introduces one of the central themes of the poem, the relationship between love and possession. അപ്പോൾ ഇതിൽ ഈ ഒരു മൈ ലാസ്റ്റ് ഡച്ചസ് എന്ന് പറയുന്ന ടൈറ്റിൽ സിഗ്നിഫിക്കൻ്റ് ആണ്. അതിൽ എന്താ കാണിച്ചു തരുന്നത്, നമുക്ക് സെൻട്രൽ തീമാണ് അല്ലേ, അതായത് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ലവ് ആൻഡ് പൊസഷൻ എന്നുള്ളതിൻ്റെ ഒരു സിഗ്നിഫിക്കൻസ് നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. ആൻഡ് ഓൾസോ a striking features of the poem is that the Duchess never speaks. അപ്പോൾ ഇതിൽ ഡച്ചസ് എന്ന് പറയുന്ന ആളാണ് ആര്, സൈലന്റ് സ്പീക്കർ ആയിട്ട് വരുന്നത്. അപ്പോൾ ഡച്ചസ് അവിടെ ഒരിക്കലും സംസാരിക്കുന്നില്ല. അതുകൊണ്ട് തന്നെയാണല്ലോ ഡ്രമാറ്റിക് മോണോലോഗ് എന്ന് പറയുന്നത്. സോ ഡ്രമാറ്റിക് മോണോലോഗ് എന്താണെന്ന് ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. വൺ സ്പീക്കർ ആയിരിക്കും, ഒരു സ്പീക്കർ ഇങ്ങനെ കഥ പറയുന്ന പോലെ പറഞ്ഞു പോവുകയായിരുന്നു. അവിടെ ഒരു ലിസണർ ഉണ്ടാവില്ല. ലിസണർ ഉണ്ടാവും, പക്ഷെ ലിസണർ അവിടെ എന്ത് ചെയ്യില്ല, ലിസണറിന് ഒരു സ്റ്റാൻഡ് ഉണ്ടാവില്ല. സൈലന്റ് ആയിട്ടുള്ള ലിസണർ ആയിരിക്കും. ആൻഡ് സെൽഫ് റെവലേഷൻ നമുക്ക് അതിൽ കാണാൻ പറ്റും. അതായത് ആ ഒരു സ്പീക്കർ, ആ ഒരു കഥ അല്ലെങ്കിൽ ആ ഒരു കാര്യം പറയുന്ന ഡ്രമാറ്റിക് മോണോലോഗിലെ ആ ഒരു ഏക വ്യക്തി എന്ന് പറയുന്ന ആള് എന്താണ്, അൺഇൻറ്റൻഷനലി റിവീൽസ് ഹിസ് ഓൺ അല്ലെങ്കിൽ ഹെർ ഓൺ പേഴ്സണാലിറ്റി, തോട്ട്സ്, വാല്യൂസ് ആൻഡ് ഫ്ലോസ്. അപ്പോൾ ആ ഒരു ഡ്രമാറ്റിക് മോണോലോഗിലൂടെ ആ സ്പീക്കറിന്റെ പേഴ്സണാലിറ്റി എന്താണ്, അദ്ദേഹത്തിന്റെ അല്ലെങ്കിൽ ആ പറയുന്ന ആളുടെ വ്യക്തിയുടെ ഫ്ലോസ് എന്താണ്, അല്ലെങ്കിൽ എന്താണ് അവരുടെ തോട്ട് അല്ലെ, അതുപോലെ തന്നെ ആ വാല്യൂസ്, പേഴ്സണാലിറ്റി എല്ലാം നമുക്ക് ഈ ഒരു ഡ്രമാറ്റിക് മോണോലോഗിലൂടെ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ എന്താ ഡ്രമാറ്റിക് മോണോലോഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത്രയും കാര്യങ്ങൾ എഴുതാവുന്നതാണ് കേട്ടോ. Then the poem also explores several universal themes including power, pride, then power and control or power or authority, jealousy, possession, art and life, love versus control, marriage, patriarchy, appearances versus reality. ഇതെല്ലാം ഇതിന്റെ എന്താണ് മേജർ തീംസ് ആണ്. Then അവിടെ നമ്മൾ
നമ്മൾ നേരത്തെ പറഞ്ഞു ഡച്ചസ് ഒരിക്കലും സംസാരിക്കുന്നില്ല എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ എവറിത്തിങ് വി ലേൺ അബൌട്ട് ഹെർ കംസ് ത്രൂ ദ ഡ്യൂക്സ് ഡിസ്ക്രിപ്ഷൻ. അപ്പൊ നമുക്ക് ആസ് എ റീഡർ ഡച്ചസ് ആരാണ് എന്നുള്ള ഒരു വ്യൂ പോയിന്റ് കിട്ടുന്നത് ആരിലൂടെയാണ്? ഡ്യൂക്ക് പറയുന്ന ഡിസ്ക്രിപ്ഷനിലൂടെയാണ്. And ironically, the Duke intends to convince the envoy that his wife has a fault, but his own words create a completely different impression. അപ്പോൾ അതിലൂടെ ഡ്യൂക്ക് പറയാൻ ശ്രമിക്കുന്നത് തൻ്റെ വൈഫിന് കുറച്ച് ക്വാളിറ്റീസ് ഉണ്ടെങ്കിലും അല്ലെങ്കിൽ കുറച്ച് പ്രൈഡോടെ പറയുകയാണെന്നുണ്ടെങ്കിലും വൈഫിന് കുറേ ഫ്ലോസ് ഉണ്ട് എന്ന് അവൻ ഇന്റൻഷ്യലി അവിടെ പ്രൂവ് ചെയ്യാൻ നോക്കുന്ന ഒരു കാര്യം കാണാൻ പറ്റുന്നുണ്ട്. And readers see the Duchess a kind, cheerful, innocent and appreciative of life's simple pleasures, while the Duke appears proud, selfish, jealous and authoritarian. അപ്പോൾ രണ്ടുപേരുടെയും ഡ്യൂക്കിൻ്റെയും ഡച്ചസിൻ്റെയും ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഈ ഒരു ഇതിപ്പോൾ പറഞ്ഞത് കേട്ടോ. ഇതെല്ലാം നമുക്ക് ഈ ഒരു പോയിന്റിലൂടെ മനസ്സിലാക്കാൻ പറ്റും. And this contrast creates dramatic irony and forms the central artistic achievement of the poem. അപ്പോൾ ഈ രണ്ടുപേരുടെയും ഈ കോൺട്രാസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത് ഒരു ഡ്രമാറ്റിക് ഐറണിയാണ്. അതേപോലെ തന്നെ ഒരു സെൻട്രൽ ആർട്ടിസ്റ്റിക് അച്ചീവ്മെന്റ് ഈ ഒരു പോയതിന്റെ വഹിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. And Duke believes that love should involve complete obedience, whereas the Duchess values kindness and happiness. അപ്പോൾ ഇതിൽ ഡ്യൂക്ക് വിശ്വസിക്കുന്ന ഒരു കാര്യമുണ്ട്. ലവ് എന്ന് പറയുന്നത് ഇറ്റ്സ് ഓൾവേസ് വാല്യൂസ് എന്താണ് ഇൻവോൾവ് കംപ്ലീറ്റ് ഒബീഡിയൻസ്. ഒരാളെ നമ്മൾ കംപ്ലീറ്റ്ലി ഒബീഡിയൻ്റ് ആയിട്ട് കാണുമ്പോൾ അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി അനുസരിക്കുമ്പോഴാണ് അവിടെ എന്തുണ്ടാകുന്നത്, ലവ് ഉണ്ടാകുന്നത് എന്നാണ് ഡ്യൂക്കിൻ്റെ വാദം. എന്നാൽ ഡച്ചസ് അവിടെ എന്താ പറയുന്നത്? ഡച്ചസ് ശരിക്കും പറഞ്ഞാൽ കൈൻഡ്നെസ്സിനെയും ഹാപ്പിനെസ്സിനെയും എല്ലാം വാല്യൂ ചെയ്യുന്നുണ്ട്. ആൻഡ് ദെയർ കോൺഫ്ലിക്റ്റ് ആറ്റിറ്റ്യൂഡ്സ് അൾട്ടിമേറ്റ്ലി ലീഡ് ടു ട്രാജഡി. അങ്ങനെ ആ ഒരു രണ്ടുപേരുടെയും ഡിസിഷനിലും രണ്ടുപേരുടെയും തോട്ട്സിലൊക്കെ ഉള്ള ആ ഒരു കോൺട്രാസ്റ്റ് ആണ് ലാസ്റ്റ് ഈ ഒരു ട്രാജഡിയിലേക്ക് നയിച്ചത്. ഇനി ഒരു ലിറ്റററി പെർസ്പെക്റ്റീവിൽ പറയുകയാണെങ്കിൽ മൈ ലാസ്റ്റ് ഡച്ചസ് ഇസ് മച്ച് മോർ ദാൻ എ സ്റ്റോറി അബൌട്ട് എ റിനൈസൻസ് nobleman. It's a profound psychological study of a man whose obsession with control destroys genuine human relationships. The poem demonstrates Browning's remarkable ability to combine history, psychology, drama, and poetry into a single artistic masterpiece. For this reason, it continues to be one of the most widely studied poems in Victorian literature and remain a classic example of the dramatic monologue എന്നും പറയാം. ഓക്കെ, സോ ഇതാണ് ഒരു പോയത്തിൻ്റെ എന്താണ് ക്രിട്ടിക്കൽ അനാലിസിസ് ഒക്കെ എന്ന് നമുക്ക് പറയാൻ പറ്റും. എൻ്റെ പോയറ്റിക് ഡിവൈസിനെ കുറിച്ചും പറയാനുണ്ട്. ഇനി എന്താണ് ശരിക്കും ആ ഒരു പോയം പറയുന്നത് എന്ന് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, എന്താണ് ആ പോയത്തിൻ്റെ മെയിൻ തീം അല്ലെങ്കിൽ ആ ഒരു എന്താണ് അതിൽ പറയപ്പെടുന്ന കാര്യങ്ങൾ എന്താണെന്നുള്ളതും കൂടി നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് കവിതയിലേക്ക് വരാം. പേജ് നമ്പർ 165 നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കാണാൻ പറ്റും മൈ ലാസ്റ്റ് ഡച്ചസ് ഫെറേറ എന്ന് പറഞ്ഞിട്ട് ആ പോയം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ ഫുള്ളായിട്ട് ലൈൻ ബൈ ലൈൻ റിസൈറ്റ് ചെയ്യുന്നില്ല അല്ലെങ്കിൽ വായിക്കുന്നില്ല, നിങ്ങളത് വായിക്കുക. അതിൻ്റെ സമ്മറി എന്താണെന്നാണ് പറഞ്ഞു തരാൻ പോകുന്നത്. ഓക്കെ, സോ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അൽഫോൺസോ സെക്കൻഡ് എന്ന് പറയുന്നത് ഡ്യൂക്ക് ഓഫ് ഫെറേറ എന്ന് പറയുന്ന ആളെ ആസ്പദമാക്കിയിട്ട് ബ്രൗണിങ് എഴുതിയിട്ടുള്ള ഒരു കവിതയാണല്ലോ മൈ ലാസ്റ്റ് ഡച്ചസ് എന്ന്. സോ ഈ ഒരു പോയം തുടങ്ങുമ്പോൾ അത് കാണാൻ പറ്റും. ദാറ്റ്സ് മൈ ലാസ്റ്റ് ഡച്ചസ് പെയിന്റഡ് ഓൺ ദ വാൾ ലുക്കിംഗ് ആസ് ഇഫ് ഷീ വേർ അലൈവ് ഐ കോൾ ദാറ്റ് പീസ് എ വണ്ടർ നൗ Fra Pentol's hands worked busily a day and there she stands. Okay, അങ്ങനെ പറഞ്ഞിട്ടാണ് പോയം തുടങ്ങുന്നത്. അപ്പോൾ നമുക്കിതിൽ പറയാൻ പറ്റും poem begins with the Duke leading an envoy through his palace and showing him a portrait of his late wife, the Duchess. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു എൻവോയിനെ, ഒരു ദൂതൻ അല്ലെങ്കിൽ അന്നത്തെ ബ്രോക്കർ എന്നുള്ളത് നമുക്ക് എനിക്ക് പറയാം, ആ ദൂതനെ കൊണ്ട് വന്നിട്ട് കൊട്ടാരത്തിൻ്റെ ഉള്ളിലേക്ക് വിളിച്ചിട്ട് ഈ പോർട്രേറ്റ് അല്ലേ തൻ്റെ വൈഫിൻ്റെ പോർട്രേറ്റ് കാണിച്ചു കൊടുക്കുകയാണ്. ഭയങ്കര പ്രൗഡ്ലി പ്രസൻറ്റ് ചെയ്യുകയാണ് തൻ്റെ വൈഫിനെ ഇയാളുടെ മുന്നിൽ. The Duke proudly points to the painting and remarks that it looks as if she were still alive. അല്ലേ, അപ്പോൾ ഓരോ ഫോട്ടോയിലേക്കും ഇങ്ങനെ ചൂണ്ടിക്കാണിച്ചിട്ട് എൻവോയിൻ്റെ അടുത്ത് പറയാണ് ഇതാണ് എൻ്റെ വൈഫ്. പക്ഷേ ഈ വൈഫിനെ അല്ലേ ഇപ്പോൾ ആ ഫോട്ടോ കണ്ടാൽ ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന പോലെ, ജീവനുള്ള ഒരു ആളെ പോലെ സ്റ്റിൽ അലൈവ് അല്ലേ എന്നുള്ള രീതിക്കാണ് നിങ്ങൾക്ക് ആ ഒരു ഫോട്ടോ കണ്ടാൽ മനസ്സിലാകുക എന്ന് ഡ്യൂക്ക് പറയുകയാണ്. ആൻഡ് he explains that the portrait was painted by the famous artist Fra Pentolf and is usually kept behind a curtain. അപ്പോൾ പറയുന്നുണ്ട് ആ ഒരു പോർട്രേറ്റ് വരച്ചത് ആരാണ്, തൻ്റെ വൈഫിൻ്റെ ആ ചിത്രം അവിടെ വരച്ചിട്ടുള്ളത് ഫേമസ് എന്താണ് ആർട്ടിസ്റ്റ് ആയിട്ടുള്ള
ഫ്രാ പെൻഡോൾഫ് എന്ന് പറയുന്ന പെയിന്ററാണ്. ആൻഡ് ഈസ് യൂഷ്വലി കെപ്റ്റ് ബിഹൈൻഡ് എ കർട്ടൻ. അപ്പോൾ എപ്പോഴും ഒരു കർട്ടൻ്റെ പിന്നിലായിട്ടാണ് അത് വെച്ചിട്ടുണ്ടാവുക. ഓക്കെ, ആ ഒരു പോർട്രേറ്റ് വെച്ചിട്ടുണ്ടാവുക. ഇനി അത് പിന്നെ പറയുന്നുണ്ട്, ഓൺലി ദ ഡ്യൂക്ക് ഹാസ് ദ അതോറിറ്റി ടു ഡ്രോ ദ കർട്ടൻ ആൻഡ് അലോ അതേഴ്സ് ടു വ്യൂ ദ പെയിന്റിംഗ്. എന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, ഈ കർട്ടൻ അവിടെ നിന്ന് മാറ്റിയിട്ട് വേറൊരാൾക്ക് എൻ്റെ ഭാര്യയുടെ ഫോട്ടോ കാണിച്ചു കൊടുക്കാനുള്ള ആ ഒരു എന്താണ് അവകാശം അല്ലെങ്കിൽ ആ ഒരു അധികാരം ആർക്ക് മാത്രമാണ്? എനിക്ക് മാത്രമാണെന്ന് ആര് പറയാണ്? ഡ്യൂക്ക് പറയാണ്. ഓക്കെ, സോ ഒരു കർട്ടൻ ഉണ്ടാവും അല്ലേ നമ്മുടെ ബാഹുബലിയിൽ അല്ലേ, എന്താ നമ്മുടെ എന്താ പറയുക പേര്, ദേവസേനയുടെ ഫോട്ടോ അങ്ങനെ ഒരു കർട്ടൻ നീക്കിയിട്ടല്ലേ കാണിച്ചു കൊടുക്കുന്നത് സിനിമയിൽ. അതുപോലെയാണല്ലോ പണ്ടത്തെ ആൾക്കാരൊക്കെ, മീൻസ് പണ്ടത്തെ രാജാക്കന്മാർ ഓരോ ചിത്രങ്ങളൊക്കെ വരച്ചിട്ടുണ്ട്. സോ ആ ഒരു കർട്ടൻ ഇങ്ങനെ നീക്കിയിട്ട് ആ ഒരു വൈഫിന്റെ ചിത്രം കാണിച്ചു കൊടുക്കാനുള്ള അധികാരം ഡ്യൂക്കിന് മാത്രമാണ് എന്ന് അവിടെ ഡ്യൂക്ക് പറയുന്നുണ്ട്. സോ ഇത് ആ ഒരു അതോറിറ്റി അല്ലേ, ഈ ആ അതോറിറ്റി എന്താ കാണിക്കുന്നത്? ഇറ്റ് സജസ്റ്റ് ഹസ് ഡിസയർ ടു കൺട്രോൾ നോട്ട് ഓൺലി ദ ഡച്ചസ് ഡ്യൂറിങ് ഹർ ലൈഫ് ടൈം ബട്ട് ഓൾസോ ഹർ മെമ്മറി ആഫ്റ്റർ ഹർ ഡെത്ത്. അപ്പോൾ ജീവിച്ചിരിക്കുമ്പോൾ മാത്രമല്ല മരിച്ചാലും ഒരു എന്താ പറയുക, ഒരു ഫ്രീഡം തന്നെ ഭാര്യയ്ക്ക് കൊടുക്കുന്നില്ല എന്നുള്ളൊരു ഹസ്ബൻഡിന്റെ ആറ്റിറ്റ്യൂഡാണ് നമുക്കതിലൂടെ കാണാൻ പറ്റുന്നത് അല്ലേ. ആഫ്റ്റർ ഡെത്തും ഡച്ചസിനെ കൺട്രോൾ ചെയ്യുകയും അല്ലെ, ഡച്ചസിന്റെ മേലെ പവർ കാണിക്കുന്ന ഒരു വ്യക്തിയാണ് ഡ്യൂക്ക് എന്ന് ആര് കാണിക്കുകയാണ്? ഈ ഡ്യൂക്കിന്റെ പ്രവൃത്തിയിലൂടെ നമുക്ക് അസറിയുടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സോ പാരഗ്രാഫ് 3 പറയുന്നുണ്ട്, എന്താ പറയുന്നത് വെച്ചാൽ, as the Duke continues speaking, he begins to complain about the Duchess' behavior. According to him, she was too easily pleased and smiled at everyone alike. അല്ലേ? പിന്നീട് പറയുന്നത് എന്താണ്? ആസ് ദ ഡ്യൂക്ക് കണ്ടിന്യൂസ് സ്പീക്കിംഗ് ഹി ബിഗിൻസ് ടു കംപ്ലെയിൻ അബൌട്ട് ദ ഡച്ചസ് ബിഹേവിയർ. അങ്ങനെ ഡച്ചസിനെ കുറിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു വരുന്നതിൻ്റെ ഇടയ്ക്ക് അദ്ദേഹം ഇനി അടുത്തത് കിടക്കുന്നത് ഈ ഡച്ചസിന്റെ ഫ്ലോസുകൾ പറയാണ്, അല്ലെങ്കിൽ ഡച്ചസിന്റെ കുറെ കംപ്ലൈൻസുകൾ ഈ എവിടുന്നോ വന്ന ഈ ദൂതന്റെ അടുത്ത് പറയുകയാണ് അദ്ദേഹം. അതായത് according to him she was too easily pleased and smiled at everyone alike. അല്ലേ, ഒരാളെന്നല്ല ആരോടും ഇദ്ദേഹത്തിന്റെ ഈ വൈഫ്, എൻ്റെ വൈഫ് ആരോടും പെട്ടെന്ന് തന്നെ ചിരിക്കുകയും പെട്ടെന്ന് തന്നെ പ്ലീസ് ആവുകയും ആർക്ക് വേണമെങ്കിലും ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്ന ഒരാളാണ് തൻ്റെ വൈഫ് എന്ന് പറയുകയാണ്. അപ്പൊ അതിലൂടെ തൻ്റെ ആ വൈഫിനെ അല്ലേ വളരെ എന്താണ് എന്താ പറയണ്ട, വളരെ പുച്ഛിച്ച് കാണുന്ന ഒരു ഭർത്താവ് എന്നുള്ള രീതിക്ക് കാണാം, അല്ലെങ്കിൽ ഭാര്യയുടെ കുറ്റം മാത്രം കണ്ടെത്തുന്ന ഒരു കൈൻഡ് ഓഫ് ഭർത്താവ് ആയിട്ടാണ് അല്ലെ, അങ്ങനെ ഒരു ഫ്ലോലെസ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ആയിട്ടാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. And she appreciated simple acts of kindness such as beautiful sunset, a bunch of cherries or a white mule just as much as she appreciated the Duke's noble title and expensive gifts. അപ്പോൾ പിന്നീട് പറയുന്ന ഒരു കുറ്റം അല്ലെങ്കിൽ പിന്നീട് പറയുന്ന മിസ്റ്റേക്ക് എന്തെന്ന് വെച്ചാൽ അവളെല്ലാറ്റിനെയും ഒരുപോലെയാണ് അപ്രിഷിയേറ്റ് ചെയ്യുക. അതായത് ഒരു ചെറിയ അല്ലെങ്കിൽ ഒരു ചെറിയ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സൺസെറ്റ് കണ്ടാലോ, അല്ലെങ്കിൽ ഒരു ബഞ്ച് ഓഫ് ചെറീസ് കണ്ടാലോ, അല്ലെങ്കിൽ ഒരു വൈറ്റ് മ്യൂളിനെ അവിടെ കണ്ടാലോ, അല്ലെങ്കിൽ എങ്ങനെയാണ് തൻ്റെ ഹസ്ബൻഡായിട്ടുള്ള ഡ്യൂക്ക് അല്ലെ താൻ കൊടുക്കുന്ന നോബിൾ ഗിഫ്റ്റുകൾ അല്ലെങ്കിൽ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഗിഫ്റ്റുകൾ കൊടുക്കുമ്പോൾ എങ്ങനെയാണ് അപ്രിഷിയേറ്റ് ചെയ്യുന്നത്, അതെല്ലാം ഒരേപോലെയാണ്. എല്ലാറ്റിനെയും ഒരേ സിമ്പിൾ ആക്ട് ഓഫ് കൈൻഡ്നെസ് ആണ് അവൾക്കുള്ളത്. അല്ലാതെ എക്സ്പെൻസീവ് ഗിഫ്റ്റോടും അത്രയും നല്ല എക്സ്പ്രഷൻ ഇട്ടിട്ട് അപ്രിഷിയേറ്റ് ചെയ്യാനുള്ള കഴിവൊന്നും തൻ്റെ ഭാര്യയ്ക്ക് ഇല്ല എന്നുള്ളൊരു കാര്യമാണ് അവിടെ ഡ്യൂക്ക് പറയുന്നത്. ആൻഡ് he feels insulted because he believes that his prestigious 900 years old name should have been valued more highly than ordinary pleasures. അല്ലേ, അപ്പോൾ അവൻ ഇതിലൂടെ പറയുമ്പോൾ ഡ്യൂക്ക് ഇൻസൾട്ടഡ് ആവുന്നുണ്ട് എന്നാണ് പറയുന്നത്. കാരണം അവൻ വിചാരിക്കുന്നത് ഒരു പ്രസ്റ്റീജിയസ് ആയിട്ടുള്ളതാണ് ഈ 900 years old ആയിട്ടുള്ള ആ ഒരു നെയിം എന്നുള്ളത്. പക്ഷെ അത് have been valued more highly than ordinary pleasure. അപ്പോൾ സാധാരണ ആൾക്കാരെ പോലെയല്ല അല്ലെ, സാധാരണ പ്ലഷേഴ്സ് പോലെയല്ല, അതിനെ കുറച്ചും കൂടി നോബിളായിട്ട് കുറച്ചും കൂടി നന്നായി അപ്രിഷിയേറ്റ് ചെയ്യണം എന്നാണ് ആര് പറയുന്നത്? ഡ്യൂക്ക് പറയുന്നത്. പക്ഷെ അങ്ങനെ ചെയ്യാത്ത ടൈമിൽ ഡ്യൂക്ക് ഇൻസൾട്ടഡ് ആയിട്ടുണ്ട് എന്നും അവിടെ പറയുന്നുണ്ട്. His words reveal his pride and excessive concern for social status. ഇതിലൂടെ നമുക്ക് മനസ്സിലാവുന്നുണ്ട് അല്ലേ ഡ്യൂക്കിന്റെ ആ ഒരു പ്രൈഡും അല്ലെ എക്സസീവ് കൺസേൺ അല്ലെങ്കിൽ എക്സസീവ് എന്താണ് ഡിസയർ ഫോർ സോഷ്യൽ സ്റ്റേറ്റസ് എന്നുള്ളത് നമുക്ക് അവിടെ മനസ്സിലാകുന്നുണ്ട്. ഇനി അടുത്തത് കാണാൻ പറ്റുന്നത് Duke admits that he disliked the Duchess' habit of treating everyone with equal kindness. അതുപോലെ തന്നെ വേറൊരു കാര്യമാണ്
എല്ലാ ആളുകളെയും ഒരേപോലെ കൈൻഡ്നെസ്സിലൂടെ ട്രീറ്റ് ചെയ്യുന്ന തൻ്റെ ഡച്ച് വൈഫിൻ്റെ സ്വഭാവം തനിക്ക് ഒട്ടും ഇഷ്ടമല്ല എന്ന് അദ്ദേഹം അവിടെ പറയുന്നുണ്ട്. Instead of speaking openly to her about her feelings, he considered it beneath her dignity to explain himself. അല്ലേ? അപ്പോൾ ഇതിനെ കുറിച്ചിട്ട് വളരെ ഓപ്പൺ ആയിട്ട് അദ്ദേഹത്തിന് വേണമെങ്കിൽ അവളുടെ അടുത്ത് സംസാരിക്കാമായിരുന്നു അല്ലേ? അപ്പോൾ അതിന് പകരം ഇവൻ ചെയ്യുന്നത് ഹി കൺസിഡേർഡ് ഇറ്റ് ബെനീത്ത് ഹിസ് ഡിഗ്നിറ്റി ടു എക്സ്പ്ലെയിൻ ഹിംസെൽഫ് അല്ലേ? അവൻ വളരെ അവൻ്റെ ഡിഗ്നിറ്റിക്ക് എതിരായിട്ട് അല്ലെങ്കിൽ ഡിഗ്നിറ്റിയിൽ നിന്നും താഴെ പോയിട്ട് ചെയ്യുന്ന ഒരു പ്രവൃത്തി പോലെയാണ് അവൻ അത് കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഒരിക്കലും തൻ്റെ ഡച്ചസിൻ്റെ അടുത്ത് നേരിട്ടിട്ട് പറഞ്ഞിട്ടില്ല ഈ കാര്യങ്ങളൊന്നും. മരണശേഷം അല്ലെ പോർട്രേറ്റ് കാണാൻ വന്ന ഒരു ആളുടെ അടുത്താണ് ഈ ഡച്ചസിൻ്റെ ഭാര്യയുടെ എന്താ പറയണ്ടേ പ്രശ്നങ്ങളും കുറ്റങ്ങളൊക്കെ ഇയാൾ തുറന്നു പറയുന്നത്. His pride prevented honest communication and his jealousy grew stronger. അപ്പോൾ ആ ഒരു പ്രൈഡാണ് ശരിക്കും പറഞ്ഞാൽ അല്ലെങ്കിൽ അഹങ്കാരമാണ് ഈ ഒരു ഹോണസ്റ്റ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ശരിക്കും ഭാര്യയും ഭർത്താവും തമ്മിലുള്ള അല്ലെ ആ ഒരു മ്യൂച്വൽ എന്താ പറയേണ്ട റെസ്പെക്ട് അല്ലെങ്കിൽ ആ ഒരു കോൺവെർസേഷൻ ശരിക്കും ഒരു ട്രൂ കോൺവെർസേഷൻ അതിനൊക്കെ തടസ്സമായി നിന്നത് ഇയാളുടെ ആ ഒരു പ്രൈഡ് തന്നെയായിരുന്നു. അതുപോലെ തന്നെ ജലസി അല്ലെ ആ ജലസി അങ്ങനെ സ്ട്രോങ്ങർ ആയിട്ട് ഗ്രൂ ചെയ്യുകയായിരുന്നു. Rather than trying to understand his wife, he expected complete obedience and admiration. തൻ്റെ വൈഫിനെ മനസ്സിലാക്കുക എന്നതിലുപരി താൻ ചെയ്തത് എന്താണ്? അങ്ങനെ പറയുന്നില്ല, നമുക്ക് മനസ്സിലാവുന്നതാണ് കേട്ടോ. ഡ്യൂക്ക് ശരിക്കും പറഞ്ഞാൽ ഭാര്യയെ മനസ്സിലാക്കുകയല്ല അവിടെ ചെയ്തത്. അതിന് പകരം എല്ലാ കൺട്രോളും അവളുടെ മേലെ ഏൽപ്പിച്ച് ഭയങ്കര അനുസരണയോടെ ജീവിക്കണം എന്നുള്ളതാണ് അവൻ അവിടെ വെച്ചിട്ടുണ്ടായിരുന്ന ഒരു കണ്ടീഷൻ എന്നുള്ളത്. ഈ ഒരു കൺഫെഷനിലൂടെ ഇതൊക്കെ ഡ്യൂക്ക് അവിടെ പറഞ്ഞു വെക്കുന്നുണ്ട്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞ ഒരു കൺഫെഷൻ ആണല്ലോ. കൺഫെഷനിലൂടെ ഡ്യൂക്ക് അൺഇൻറ്റൻഷനലി എക്സ്പോസസ് ഹസ് അരഗൻഡ്. അവൻ അറിയാതെ തന്നെ അവൻ്റെ നേച്ചർ അല്ലേ സ്വഭാവം നമുക്ക് കാണിച്ചു തരാം. എങ്ങനെയാണ് അരഗൻഡ് ആയിട്ടുള്ള ഒരാളായിരുന്നു, പൊസസീവ് ആണ്, അതോറിറ്റേറിയൻ പേഴ്സണാലിറ്റി ആണെന്നൊക്കെ നമുക്ക് ഇതിലൂടെ മനസ്സിലാകും. ഇനി അടുത്തത് ആ ഒരു പോയത്തിൽ പറയുന്നത് തൻ്റെ ഭാര്യയുടെ മരണം എങ്ങനെയാണ് ഡച്ചസ് മരിക്കുന്നത് എന്നുള്ളൊരു കാര്യമാണ്. അതായത് ദ ഡ്യൂക്ക് ദെൻ മേക്സ് ദ ഷോക്കിംഗ് സ്റ്റേറ്റ്മെന്റ്. അവിടെ ഒരു നമ്മളെ അടക്കം ഞെട്ടിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് അവിടെ പറയുന്നുണ്ട്. അതായത് ഐ ഗേവ് കമാൻഡ്സ് ദെൻ ഓൾ സ്മൈൽസ് സ്റ്റോപ്ഡ് ടുഗദർ. ഞാൻ കമാൻഡ് കൊടുത്തു, അങ്ങനെ എല്ലാ ചെടികളും അവിടെ നിന്നു. എന്താ അതിൻ്റെ അർത്ഥം? Although he never directly says that he ordered the Duchess death, these words strongly suggest that he arranged for her to be killed because he could not tolerate her behavior. അല്ലേ? അതായത് തൻ്റെ ഭാര്യയുടെ മരണത്തിന് അവിടെ കമാൻഡ് ചെയ്തില്ലെങ്കിൽ ഓർഡർ ടു എന്നുള്ളത് ഡച്ചസ് അവിടെ ഡ്യൂക്ക് അവിടെ പറയാതെ പറയുകയാണ് അല്ലേ? അതായത് ഡയറക്ട്ലി പറയുന്നില്ല. അതായത് ഹി ഓർഡർ ദ ഡച്ചസ് ഡെത്ത് എന്നുള്ളത് പകരം എന്താണ് ഈ വേർഡ്സുകൾ, അതായത് ഐ ഗേവ് കമാൻഡ്സ് ദെൻ ഓൾ സ്മൈൽഡ് സ്റ്റോപ്പ് ടുഗദർ. ഈ വേർഡ്സ് നമുക്ക് സജസ്റ്റ് ചെയ്യുന്നത് എന്താണ്? തൻ്റെ ഭാര്യയെ കൊല്ലാനുള്ള കാര്യങ്ങൾ അറേഞ്ച് ചെയ്തത് ആര് തന്നെയാണ്? ഡ്യൂക്ക് തന്നെയാണ്. കാരണം ഭാര്യയുടെ ഡച്ചസിന്റെ ഒരു സ്വഭാവവും തനിക്ക് ടോളറേറ്റ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ഡ്യൂക്ക് തന്നെ അറേഞ്ച് ചെയ്തിട്ടുള്ള ഒരു ഡെത്താണ് ഡച്ചസിനെ കൊടുത്തിട്ടുള്ളത് എന്നുള്ളത്. Browning deliberately leaves the exact meaning ambiguous, allowing readers to infer the Duke's cruelty from his own words. അല്ലേ? അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഡയറക്റ്റ്ലി നമ്മളോട് പറയാതെ ബ്രൗണിങ് എന്താ ചെയ്യുന്നത്? നമുക്ക് ഈ ഒരു സൂചനകൾ തരികയാണ്. ഭാര്യയെ കൊന്നത് ഡ്യൂക്ക് തന്നെയാണെന്നുള്ള സൂചനകൾ നമുക്ക് ഈ ഒരു വേർഡ്സിലൂടെ അദ്ദേഹം തരികയാണ്. This moment forms the dramatic climax of the poem. അപ്പോൾ അതാണ് ശരിക്കും പറഞ്ഞാൽ ഇതിലെ ഡ്രാമാറ്റിക് ആയിട്ടുള്ള ഒരു ക്ലൈമാക്സ് എന്ന് പറയുന്നത്. സോ ഇതിലൂടെ ആ ഒരു ഡ്യൂക്കിന്റെ ക്രൂവലിറ്റി അല്ലെ എത്രത്തോളം ക്രൂരനായ മനുഷ്യനാണ് എന്ന് നമുക്കതിലൂടെ മനസ്സിലാക്കാൻ പറ്റും. ശരിക്കും നടന്നൊരു റിയൽ ലൈഫിനെ ആണ് ഇദ്ദേഹം പോയമാക്കിയിട്ടുള്ളതെന്നും കൂടി നിങ്ങൾ ഓർമ്മയിൽ വെക്കണം കേട്ടോ. ഇനി അടുത്തത് കാണാൻ കഴിയുന്നത് അദ്ദേഹത്തിന്റെ അടുത്ത നെക്സ്റ്റ് വൈഫ് സെക്കൻഡ് മാരേജിനുള്ള വൈഫിന്റെ ആ ഒരു എൻക്വയറിയാണ്. After mentioning his late wife, the Duke quickly changes the subject and begins discussing his forthcoming marriage. അങ്ങനെ തൻ്റെ ലാസ്റ്റ് മരിച്ച വൈഫിനെ കുറിച്ച് സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ പെട്ടെന്ന് സ്വിച്ച് ചെയ്തു സബ്ജക്റ്റ്. എന്നിട്ട് നെക്സ്റ്റ് മാരേജിലേക്ക് കിടക്കുകയാണ്. He accompanies the envoy downstairs to meet the other guest, reminding him that the count's daughter will bring a generous dowry. എന്നിട്ട് എന്ത് ചെയ്യാണ്? ഇവനെ കൂടെ താഴെയൊക്കെ പോയിട്ട് ബാക്കിയുള്ള ഗസ്റ്റിനൊക്കെ കാണിച്ചു കൊടുക്കുകയും എന്നിട്ട് സെക്കൻഡ് മാരേജിലുള്ള വൈഫിന്റെ കുടുംബം എന്ത് തരും തനിക്ക് ഡൗറി ആയിട്ട് സ്ത്രീധനമായിട്ട് എന്നൊക്കെ ചർച്ച ചെയ്യാൻ തുടങ്ങി. ഈ ഒരു കാഷ്വൽ ഷിഫ്റ്റ്, അതായത് മരിച്ച വൈഫിൽ നിന്നും മരണപ്പെട്ട വൈഫിന്റെ കാര്യങ്ങൾ സംസാരിക്കുന്നതിൽ നിന്നും പുതിയ വൈഫ് വരുന്നത്
അതും പുതിയ വൈഫിന്റെ ഫിനാൻഷ്യൽ മാറ്റേഴ്സ് ആണ് അവിടെ അല്ലെ, നെഗോഷിയേഷൻസ് ആണ് നമുക്കവിടെ കാണാൻ പറ്റുന്നത്. ഇത് റിവീൽ ചെയ്യുന്നത് എന്താണ്? ഇറ്റ് റിവീൽസ് ഹിസ് ലാക്ക് ഓഫ് ഇമോഷൻ ആൻഡ് reinforces the idea that he views marriage as a matter of status, wealth and possession rather than love. അപ്പോൾ ഇതിലൂടെ ഈ ഒരു ഷിഫ്റ്റ്, ഡ്യൂക്കിന്റെ ഒരു ഷിഫ്റ്റ് ഇവിടെ കാണിക്കുന്നത് എന്താണ്? ഹി ഡസൻറ്റ് മാറ്റർ ദ വാല്യൂ ഓഫ് ലവ്. ലവിന്റെ ഒരു വാല്യൂ ഒരിക്കലും അവൻ അവിടെ കൊടുക്കുന്നില്ല. പകരം ഹി വാല്യൂസ് അല്ലെങ്കിൽ ഹി കൺസിഡേഴ്സ് ദ മാരേജ് ആസ് സംതിങ് റിലേറ്റഡ് ടു അല്ലെങ്കിൽ സംതിങ് ഓർ മാറ്റർ ഓഫ് സ്റ്റേറ്റസ്, വെൽത്ത് അല്ലെങ്കിൽ പൊസഷൻ. ഇതൊക്കെയാണ് ഡ്യൂക്ക് ഒരു മാരേജ് എന്നതിലൂടെ കാണുന്നത്. അല്ലാതെ അവിടെ ഒരു കമ്പാഷൻ, ഒരു ലവ്, ഒരു ഇന്റിമസി ഒന്നും അദ്ദേഹം കാണുന്നില്ല ആസ് എ മാരേജ് അല്ലെങ്കിൽ ത്രൂ മാരേജ് എന്നുള്ളത്. പിന്നീട് പറയുന്ന ഒരു കാര്യമുണ്ട്, ദ സ്റ്റാച്യു ഓഫ് നെപ്റ്റ്യൂൺ. ഒരു നെപ്റ്റ്യൂണിന്റെ ഒരു സ്റ്റാറ്റ്യൂ, ഒരു പ്രതിമ അവിടെ ഉണ്ട്. അതായത് ഒരു കടൽ കുതിരേനെ ഒരാൾ നെപ്റ്റ്യൂൺ അല്ലെ കൺട്രോൾ ചെയ്ത് നിൽക്കുന്ന ഒരു എന്താണ് സ്റ്റാറ്റ്യൂ ഉണ്ട്. അത് നമുക്ക് ഈ ഒരു പോയത്തിന്റെ എൻഡിൽ കാണാൻ പറ്റും. ഡ്യൂക്ക് പോയിന്റ്സ് ടു എ ബ്രോൺസ് സ്റ്റാറ്റ്യൂ ഓഫ് നെപ്റ്റ്യൂൺ ടേമിംഗ് എ സീ ഹോഴ്സ്. അപ്പോൾ ഒരു കടൽ കുതിരേനെയും നെപ്റ്റ്യൂൺ എന്ന് പറയുന്ന ഒരു വാരിയർ ആണ്. ആ ഒരു ചെമ്പിൽ അല്ലെ ബ്രോൺസിൽ തീർത്തിട്ടുള്ള ആ ഒരു പ്രതിമയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഡ്യൂക്ക് പറയുന്നുണ്ട്, ക്രിയേറ്റഡ് ബൈ ദ സ്കൾപ്ചർ ക്ലോസ് ഓഫ് ഇൻസ്ബ്രക്ക് എന്ന് പറയുന്ന ഒരാളാണ് അത് ഉണ്ടാക്കിയിട്ടുള്ളത്. ആ ഒരു സ്റ്റാറ്റ്യൂ അവന്റെ പ്രതീകമാണ് എന്ന് ഡ്യൂക്ക് പറയുന്നുണ്ട്. ഡ്യൂക്കിന്റെ പ്രതീകമാണ് ആ സ്റ്റാറ്റ്യൂ എന്നുള്ളത്. അതായത് ഇറ്റ് സെർവ്സ് ആസ് എ പവർഫുൾ സിമ്പിൾ ഓഫ് ദ ഡ്യൂക്സ് പേഴ്സണാലിറ്റി. ആ പവർഫുൾ ആയിട്ടുള്ള ഡ്യൂക്കിന്റെ പേഴ്സണാലിറ്റിയാണ് അല്ലെങ്കിൽ തന്റെ പേഴ്സണാലിറ്റിയാണ് ആ ഒരു സ്റ്റാറ്റ്യൂ അവിടെ റെപ്രസെന്റ് ചെയ്യുന്നത് എന്ന് അവൻ പറയുന്നുണ്ട്. സോ ജസ്റ്റ് ആസ് നെപ്റ്റ്യൂൺ ഡോമിനേറ്റ്സ് ദ സീ ഹോഴ്സ്, ദ ഡ്യൂക്ക് ബിലീവ്സ് ദാറ്റ് ഹി ഹാസ് ദ റൈറ്റ് ടു ഡോമിനേറ്റ് ദ കൺട്രോൾ അതേഴ്സ്, എസ്പെഷ്യലി ഹിസ് വൈഫ്. അപ്പോൾ എങ്ങനെയാണ് ആ നെപ്റ്റ്യൂൺ ആ കടൽ കുതിരേനെ അവിടെ കൺട്രോൾ ചെയ്തിട്ട് നിർത്തുന്ന ആ ഒരു സ്റ്റാറ്റ്യൂ അവിടെ കാണിക്കുന്നത്? ആസ് ദ സെയിം വേ he has also the power or authority to control all the others, especially his wife എന്ന് പറയുന്നത്. അപ്പോൾ അവനും ആസ് എ നോബൽ ബർത്ത് അല്ലെ, അല്ലെങ്കിൽ ബീങ് എ നോബൽ മാൻ, അവനും എന്തുന്നുണ്ട് എല്ലാവരെയും ഇതുപോലെ കൺട്രോൾ ചെയ്യാനും അല്ലെങ്കിൽ എല്ലാവരുടെയും മേലെ ഒരു അതോറിറ്റി കീപ്പ് ചെയ്യാനുള്ള ഒരു പവർ തനിക്കുണ്ട് എന്ന് ഡ്യൂക്ക് അവിടെ പറയുകയാണ്. എസ്പെഷ്യലി ആരെ കൺട്രോൾ ചെയ്യാൻ? തൻ്റെ വൈഫിനെ കൺട്രോൾ ചെയ്യാനുള്ള പവർ തനിക്കുണ്ട് എന്നാണ് അതിലൂടെ ആ ഒരു സ്റ്റാറ്റ്യൂ ചൂണ്ടിക്കാണിച്ചിട്ട് പറയുന്നത്. സോ ഇവിടെ ഈ സ്റ്റാറ്റ്യൂ റീഇൻഫോഴ്സ് ചെയ്യുന്ന ഒരു കാര്യമുണ്ട്, അല്ലെങ്കിൽ ഈ ഒരു പോയത്തിന്റെ സെൻട്രൽ തീം ഉണ്ട്. അതായത് പവർ, അതോറിറ്റി ആൻഡ് പൊസസീവ്നെസ്. പവർ, അതോറിറ്റി ആൻഡ് പൊസസീവ്നെസ് എന്നുള്ളത്. അപ്പോൾ പവർ, അതോറിറ്റി ആൻഡ് പൊസസീവ്നെസ് എന്നുള്ള ആ ഒരു തീം. ഈ ലാസ്റ്റ് ആ കൺക്ലൂഷനിലേക്ക് വരികയാണ്. ഇത്രയാണ് ഈ പോയം പറയുന്നത് കേട്ടോ. ഈ ഒരു പോയം അവസാനിക്കുന്നത് ആ ഒരു സ്റ്റാറ്റ്യൂവിനെ ചൂണ്ടിക്കാണിച്ചിട്ട് ഡ്യൂക്ക് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റിലൂടെയാണ്. അപ്പോൾ ഇത്രയാണ് പോയം വരുന്നത്. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്താണ്? ഫുൾ ഓഫ് ഡ്യൂക്കിന്റെ വ്യൂ പോയിന്റ് ആണ്. ഇതിൽ നമുക്ക് ഡച്ചസ് എന്ന് പറയുന്ന ആ ഒരു സൈലന്റ് ലിസണറെ നമുക്ക് അവിടെ കാണാൻ പറ്റും. ഒരു വാക്ക് പോലും സംസാരിക്കാൻ പറ്റാത്ത ഡച്ചസിന്റെ ആ ഒരു നിസ്സഹായാവസ്ഥ നമുക്കവിടെ മനസ്സിലാക്കാൻ പറ്റും. മരിച്ചിട്ട് പോലും ഒരു ഫ്രീഡം കൊടുക്കാത്ത ഡ്യൂക്കിന്റെ സ്വഭാവം നമുക്ക് വി ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് അല്ലെ. അപ്പോൾ എന്താണ് ശരിക്കും പറഞ്ഞാൽ ഒന്നും സംസാരിക്കാൻ പറ്റാത്ത ആ ഡച്ചസിന്റെ ശരിക്കും പറഞ്ഞാൽ ആ ഒരു ഹെൽപ്ലെസ്നെസ് ജീവിതത്തിൽ അവൾ എത്രത്തോളം അനുഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് അതിലൂടെ മനസ്സിലാക്കാൻ പറ്റും. ദെൻ അപ്പോൾ നമുക്ക് ഇങ്ങനെ പറയാം, മൈ ലാസ്റ്റ് ഡച്ചസ് ബ്രൗണിംഗ് ഇൻ ത്രൂ ദിസ് പോയം ബ്രൗണിംഗ് represents a brilliant psychological portrait of a proud and controlling nobleman. Then, although the Duke believes he is criticizing his late wife, he actually reveals his own arrogance, jealousy, cruelty, and obsession with power. We can understand that. Then, Duchess never speaks, yet readers sympathize with her because of the Duke's account. അപ്പോൾ ഇവിടെ ഡച്ചസ് ഒരിക്കലും സംസാരിക്കുന്നില്ല. അപ്പോൾ ആ സംസാരിക്കാതെ നിൽക്കുന്ന ഡച്ചസിൻ്റെ അടുത്ത് നമുക്ക് ഒരു സിമ്പതി തോന്നുകയും സംസാരിക്കുന്ന ത്രൂ ഔട്ട് പോയത്തിൽ സംസാരിക്കുന്ന ആ ഡ്യൂക്കിൻ്റെ അടുത്ത് നമുക്ക് എന്ത് തോന്നുകയും ചെയ്യുന്ന ഒരു അരഗൻസ് അല്ലെ, നമുക്ക് ദേഷ്യം തോന്നുന്നു അല്ലെങ്കിൽ നമുക്ക് ആംഗ്രിനെസ് തോന്നുകയും ചെയ്യുന്നുണ്ട് ഈ ഒരു പോയത്തിലൂടെ. And the Duchess, okay. Through this dramatic monologue, Browning masterfully explores the destructive effects of pride, possessiveness, and the misuse of authority, making the poem one of the finest examples of Victorian poetry. എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, സോ ഈ ഒരു എന്താ പറയണ്ടേ, ഇങ്ങനെ ഡച്ചസിൻ്റെ അടുത്ത് നമുക്ക് സഹതാപം തോന്നുകയും ഇതിലൂടെ സംസാരിക്കുന്ന ഡ്യൂക്കിനെ നമുക്ക് എന്താണ് നമ്മൾ ക്രിട്ടിസൈസ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഈ ഒരു പോയം അല്ലെങ്കിൽ ഈ ഒരു ഡ്രമാറ്റിക് മോണോലോഗ്, ഈ ഒരു പോയം ഇംഗ്ലീഷ് ലിറ്ററേച്ചറിലെ ഏറ്റവും
എന്താ പറയേണ്ട ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഡ്രമാറ്റിക് മോണോലോഗുകളിൽ ഒന്നായിട്ട് കണക്കാക്കപ്പെടുന്നു എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റും. ഓക്കെ, സോ ദീസ് ഓൾ ആർ അബൌട്ട് ദ പോയം മൈ ലാസ്റ്റ് ഡച്ചസ് റിട്ടൺ ബൈ റോബർട്ട് ബ്രൗണിംഗ്. സോ ദീസ് ആർ all about the units itself, which unit 4 of the third block. Okay, അപ്പോൾ ഇത്രയേ ഉള്ളൂ. യൂണിറ്റ് 3-ലെ നമ്മൾ യൂണിറ്റ് 4-ലെ 4 ബ്ലോക്കുകളും നമ്മളിവിടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. 1, 2, 3 then 4 ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി നിങ്ങളെല്ലാം എന്ത് ചെയ്യുക, ടെക്സ്റ്റ് നന്നായിട്ട് വായിക്കുക. ടെക്സ്റ്റ് ബുക്കിൽ ഇതിൻ്റെ മൈ ലാസ്റ്റ് ഡച്ചസിൻ്റെ ക്രിട്ടിക്കൽ അനാലിസിസ് കൊടുത്തിട്ടുണ്ട്. ദെൻ you have to point out അല്ലെങ്കിൽ you have to learn the poetic devices also. There is an enjambment. Okay, അവിടെ കൊടുത്തിട്ടുണ്ട് enjambment. Enjambment എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു ഓപ്പൺ കപ്ലെറ്റ് ആൻഡ് ദ ടെക്നിക്ക് ഈസ് കോൾഡ് enjambment എന്നാണ്. അതായത് നമുക്ക് ഒരു 2 ലൈൻ പോയം തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു 2 ലൈനിൽ വെച്ച് അവസാനിക്കുക, അല്ലെങ്കിൽ ഒരു ലൈനിൽ വെച്ച് അവസാനിക്കാതെ, അതായത് ഒരു തീം അല്ലെങ്കിൽ ഒരു കോൺസെപ്റ്റ് ഒരു സ്റ്റാൻസയിലെ ഒരു ലൈനിൽ അവസാനിക്കാതെ അടുത്ത ലൈനിലേക്ക് വരുന്നതിനാണ് നമ്മൾ enjambment എന്ന് പറയുന്നത്. ഓക്കെ, enjambment. അപ്പോൾ അത് എന്താണ്, ഇതിലെ വൺ ഓഫ് ദ മെയിൻ പോയറ്റിക് ഡിവൈസുകളാണ്. ഓക്കെ, അതൊരു പോയറ്റിക് ടെക്നിക്കാണ് നമുക്ക് പറയാം. അതായത് which a sentence or clause runs over from one line or stanza to the next without terminal punctuation. അപ്പോൾ ഒരു പങ്ക്ച്വേഷൻ ഇല്ലാതെ നെക്സ്റ്റ് ലൈനിലേക്കോ അല്ലെങ്കിൽ അതിൻ്റെ അടുത്ത സ്റ്റാൻസയിലേക്കോ അതിൻ്റെ ഐഡിയ കണ്ടിന്യൂസ്ലി പോവുകയാണെങ്കിൽ അതിന് enjambment എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, enjambment. അപ്പോൾ ഇത് വൺ ഓഫ് ദി എന്താണ്, വൺ ഓഫ് ദ മേജർ ഡ്രമാറ്റിക് മോണോലോഗ് അല്ല, വൺ ഓഫ് ദ മേജർ എന്താണ് പോയറ്റിക് ഡിവൈസസ് ഓഫ് ദിസ് പോയം ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതാണ് നിങ്ങൾക്ക് അവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അതിനെ കുറിച്ചിട്ട് തന്നെയാണ് കൂടുതൽ അവിടെ കൊടുത്തിട്ടുള്ളത്. പിന്നെ എന്താണ്, ബ്രൗണിങ്സിന്റെ പോയട്രിയിൽ അടുത്തതായിട്ട് റെക്കറന്റ് ആയിട്ട് നമുക്ക് അല്ലെങ്കിൽ എലമെന്റ് ആയി കാണാൻ പറ്റുന്നത് അലിറ്ററേഷൻ ആണ്. അതായത് ഓ സർ ഷീ സ്മൈൽഡ് നോ ഡൗട്ട് എന്ന് പറയുന്നത് അലിറ്ററേഷൻ അല്ലേ. ഷീ സ്മൈൽഡ് എസ് അവിടെ ആവർത്തിച്ച് വന്നു. ദെൻ പാസ്ഡ് ഹർ ബട്ട് ഹു പാസ്ഡ് വിത്തൗട്ട് മച്ച് ദ സെയിം സ്മൈൽ എന്നുള്ള സൗണ്ട്. അതുപോലെ തന്നെ പാസ്ഡ് എന്നുള്ളതും പി സൗണ്ടും ആവർത്തിച്ച് വന്നിട്ടുണ്ട്. ദ കോൺസണന്റ് സൗണ്ട്സ് അല്ലേ, റിപ്പറ്റീഷൻ ഓഫ് ദ കോൺസണന്റ് സൗണ്ട്സ് ഇൻ എ സെയിം ലൈൻ, അതിനെയാണ് അലിറ്ററേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ അതൊരു പോയറ്റിക് ഡിവൈസുകളാണ്. പിന്നെ ഉള്ളത് ഡിക്ഷൻ ആണ്. അതായത് യൂസിങ് വേർഡ്സ് സച്ച് ആസ് കൗണ്ടിനൻസ്, അതുപോലെ തന്നെ എന്താണ് മ്യൂണിഫിസെൻസ്, forsooth and dust. The poet has created an atmosphere of a bygone age, Renaissance Italy in the caves. Okay, പോയിക്കൊണ്ടിരിക്കുന്ന ആ ഒരു ഏജിനെ കുറിച്ച് റിനൈസൻസ് ഇറ്റലിയുടെ റെപ്രസെൻറ്റേഷൻ ആണ് ആ ഒരു വേർഡ്സിലൂടെ നമുക്ക് കാണാൻ പറ്റുന്നത്. സോ പോയറ്റിക് ഡിക്ഷനും വൺ ഓഫ് ദി എന്താണ്, അല്ലെങ്കിൽ ഡിക്ഷൻ അല്ലെ ഇൻ ദ പോയം വൺ ഓഫ് ദ പോയറ്റിക് ഫിഗേഴ്സ് ആണ് കേട്ടോ. അപ്പോൾ അത്രയ്ക്കാണ് ഇതിലെ പോയറ്റിക് ഡിവൈസുകളെ കുറിച്ചിട്ട് പറയാനുള്ളത്. അപ്പോൾ അതും നിങ്ങൾ എന്ത് ചെയ്യുക, വായിക്കുക. ദെൻ ഓൾസോ യു ഹാവ് ടു കോൺസെൻട്രേറ്റ് ദ ഏരിയ ആൻസർ ടു ചെക്ക് യുവർ പ്രോഗ്രസ്. അതിൽ നല്ല ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. സോ ഇതൊക്കെ നിങ്ങളുടെ എക്സാമിനും എന്താണ്, ഇറ്റ് വിൽ ബി യൂസ്ഫുൾ ഫോർ യു. അപ്പോൾ അതും ഒന്ന് നന്നായിട്ട് നോക്കുക കേട്ടോ. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് അവർ ദിസ് സെഷൻ. ഓക്കെ, സോ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയിക്കാവുന്നതാണ്. സോ സ്റ്റഡി വെൽ. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്.